എങ്ങനെ എൻ്റെ ചോദ്യം ചോദ്യം ഇതാണ്. നിങ്ങൾ ഗൾഫിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പിന്നെ കൃഷിയിലേക്ക് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർ നിങ്ങളോട് ഒപ്പം നിന്നിരുന്നോ എന്നുള്ളൊരു ചോദ്യം. ഗൾഫിൽ കുട്ടികൾ ജനിച്ചു തുടങ്ങുന്നതൊക്കെ അവിടെയാണ്, സൗദിയിൽ. അപ്പോൾ അവർക്ക് വീക്കെൻഡിൽ ഒരു ഔട്ടിങ്, വേറെ ഒന്നുമില്ലല്ലോ, അതിൻ്റെ അകത്തുള്ള ജീവിതമല്ലേ. അപ്പോൾ നമ്മൾ അവിടെയുള്ള കൃഷിത്തോട്ടങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അന്നേരം ഈ ഷെഡിൻ്റെ അകത്ത്, പോളി ഹൗസിൻ്റെ അകത്ത് പച്ചക്കറികൾ, കുക്കമ്പറും തക്കാളിക്കും ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അന്ന് സ്ട്രൈക്ക് ചെയ്താണ്, നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഞാനിത് പോളി ഹൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിഭവനായിട്ട് വന്നു. വിത്ത് നെതർലാൻഡിൻ്റെ അവിടുന്ന് ഫസ്റ്റിൽ വിത്തുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചിരുന്നോ? അല്ല, അവരെടുത്തില്ല. അവരെ ഹെൽപ്ലെസ്സാണ്, അവരെടുത്തില്ല. അവർക്കിത് അറിയില്ല. വിത്ത് എവിടെ കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ഓൺലൈനിൽ കൂടി അങ്ങനെ സംഘടിപ്പിച്ച് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അല്ല, ഇത്രയും യൂറിയം പൊട്ടാഷ്യം കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടത്. അതേമാതിരി സൈബർമിത്രം എന്ന് പറഞ്ഞാൽ ഇനി വിഷമില്ലാത്ത സാധനമില്ല, അതൊക്കെ അടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 2 വർഷം ഞാൻ അടിച്ചപ്പോഴാണ് എനിക്ക് ബുദ്ധി തോന്നിയത്, ഇത് നമ്മൾ വിഷമുള്ള ഈ ആളുകൾക്ക് കൊടുക്കേണ്ടത്. അതെ, അങ്ങനെയാണ് ഇത് മാറ്റി ചിന്തിച്ച് നമ്മൾ പശു വളർത്തൽ തുടങ്ങി. ഇപ്പോൾ പച്ചില വളങ്ങളും പിന്നെ ഇപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് 100% ഓർഗാനിക്, അതിൽ നമ്മൾ ജീവാമൃതം, പഞ്ചഗവ്യം, ഗുണജലം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി അതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇതാണ് ഒരു ജൈവമരുന്നും കൊടുക്കുന്നില്ല, കർഷകൻ ചെയ്യേണ്ട സുഹൃത്തുക്കളെ. ഒരു മരുന്നും കൊടുക്കില്ല. കണ്ടമാനം മരുന്നടിച്ച ഭക്ഷണമല്ല ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, ആദരവ് കൊടുക്കേണ്ട കൃഷി വകുപ്പൊക്കെ ഇത്തരം ആളുകൾക്കാണ്. കാരണം ആദരവുകൾ എപ്പോഴും അർഹതപ്പെട്ട ആളുകൾക്കല്ല കിട്ടാറ്. ഔഷധ സമിതി അത്രയും പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആദരവുകൾ കൊടുക്കുക. ഇതിലേക്ക് വരണം എന്നുള്ളതാണ് ഇപ്പം നമ്മളെ മെയിൻ. ഓക്കെ.